വെള്ളക്കെട്ടിൽ ഒഴുകിപ്പോയ KSCB വാഹനം JCB ഉപയോഗിച്ച് ഉയർത്തി കരയ്ക്ക് കയറ്റി കണ്ണൂർ പാനൂർ മനയത്തുവയിൽ ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് വാഹനം അപകടത്തിൽപ്പെട്ടത്. റോഡിൽ വെള്ളം നിറഞ്ഞതോടെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. ഫെലിക്സ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ഫെലിക്സ്, ആകാശ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകും എത്രത്തോളം അവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് എന്ന്. പാർക്ക് ചെയ്ത വാഹനമാണോ ഒഴുകിപ്പോയത്? എങ്ങനെ കരയ്ക്ക് കയറ്റാൻ കഴിഞ്ഞു? ഏറെ പണിപ്പെട്ടാണ് ഈ KSCBയുടെ വാഹനം കരയ്ക്ക് കയറ്റിയത്. പ്രത്യേകിച്ചും JCB അടക്കം ഉപയോഗിച്ച് കയറ് കെട്ടി ഈ ജീപ്പ് അവിടെ നിന്ന് വലിച്ച് കരയ്ക്ക് കയറ്റുകയായിരുന്നു. ആദ്യം JCB ഉപയോഗിച്ച് ജീപ്പ് ഉയർത്തിയ ശേഷം അവിടെ നിന്നും വലിച്ച് കരയ്ക്ക് കയറ്റിയാണ് ഉണ്ടായത്. JCB അടക്കം സ്ഥലത്തെത്തിയാണ് ഈ വാഹനം ഇവിടെ നിന്ന് മാറ്റാൻ അതിനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തിയത്. തകരാറിലായി എന്നറിഞ്ഞുകൊണ്ട് KSCB ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയത്. അങ്ങനെ എത്തിയ സമയത്ത് ഈ പ്രദേശത്ത് വലിയ രീതിയിൽ ജലനിരപ്പ് ഉയർന്നിരുന്നു. റോഡിലാണ് ഈ രീതിയിൽ ജലനിരപ്പ് ഉയർന്നത്. അങ്ങനെ ഉയർന്ന സമയത്ത് പക്ഷേ ഇവർക്ക് ഇത് എത്രത്തോളം വെള്ളമുണ്ട് എന്ന് കണക്കാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും വെള്ളമുണ്ട് എന്ന് അവിടെ ഉണ്ടായിരുന്ന ഈ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്നവർ പോലും കരുതിയില്ല. അങ്ങനെ ഇവർ ഈ ജീപ്പ് ഓടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. അപ്പോഴേക്കും വലിയ വെള്ളക്കെട്ടിലേക്ക് പോയി ഈ ജീപ്പ് ഒഴുകിപ്പോകുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. അങ്ങനെ ഒഴുകിപ്പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഈ ജീപ്പിന്റെ ഡ്രൈവർ നീന്തി രക്ഷപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ മറ്റുള്ള 2 KSCB ജീവനക്കാർ ഈ ജീപ്പിന് മുകളിൽ, വെള്ളത്തിന് തൊട്ട് മുകളിലായി ജീപ്പ് ഉയർന്നു നിന്നു. ആ ജീപ്പിന് മുകളിൽ പിടിച്ചു നിൽക്കുകയാണ് ചെയ്തത്. പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് ഇവിടെ ഉണ്ടായിരുന്ന ഈ 2 ജീവനക്കാരെയും പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. പുലർച്ചെ 4 മണിയാണെന്ന് ഓർക്കണം, രാത്രിയായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് മറ്റാളുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ തൊട്ടപ്പുറത്തെ ഒരു വീട്ടിലെത്തി ഈ ഡ്രൈവറാണ് ഞങ്ങളിങ്ങനെ അപകടത്തിൽപ്പെട്ടു എന്ന് അറിയിക്കുകയും പിന്നീട് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും അവരെത്തി ഇവരെ ഇവിടെ നിന്ന് പിന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഏതായാലും അതിന് പിന്നാലെയാണ് JCB ഉപയോഗിച്ചുകൊണ്ട് ഈ KSCBയുടെ ജീപ്പ് അവിടെ നിന്ന് പുറത്തേക്ക് എടുത്തത്. അതേറെ പണിപ്പെട്ടു. ഈ ജീപ്പിൽ കയറ് കെട്ടിയതിനു ശേഷം അവിടുന്ന് വലിച്ച് കയറ്റുന്നതിനിടയിൽ ഒരു തവണ ഈ വയർ പൊട്ടി. പിന്നീട് വീണ്ടും രണ്ടാമത് ഒന്നും കൂടെ കെട്ടിയ ശേഷമാണ് പൂർണ്ണതോതിൽ ഈ ജീപ്പ് പുറത്തേക്ക് എടുക്കാൻ സാധിച്ചത്.